നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാണ്ട് പോകുന്നത് നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ യൂസിങ് C++ ആണ്. അപ്പോൾ നമ്മുടെ ഒരു വെക്റ്റർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മളൊരു CPP പ്രോഗ്രാം യൂസ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ 6ാം സെമസ്റ്റർ ബിരുദ എക്സാമിനേഷൻ ഫിസിക്സ് എക്സാമിനേഷന് പ്രാക്ടിക്കൽ സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ ഒരു ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ക്രോസ് പ്രോഡക്റ്റും ഡിറ്റർമിൻ ചെയ്യണം, അതുപോലെ തന്നെ ഡോട്ട് പ്രോഡക്റ്റും ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഇത് C++ പ്രോഗ്രാം കമ്പൈൽ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ലാബുകളിൽ യൂസ് ചെയ്യുന്ന ടർബോ C++ ആണ്. ചില കോളേജസുകളിൽ ഡവ് C++ എന്ന ടൂളും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാതെ നമുക്ക് ഓൺലൈൻ കമ്പൈലേഴ്സും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ടർബോയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആദ്യത്തെ ഹെഡർ ഫയലിൽ ഹാഷിംഗിലൂടെ iostream.hഉം അതുപോലെ തന്നെ ഹാഷിംഗിലൂടെ conaio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽസ് ഉണ്ടെന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ പ്രോഗ്രാം മെയിൻ ഫംഗ്ഷനകത്ത് CLR SCRഉം ദെൻ ലാസ്റ്റ് എൻഡിങ്ങിൽ getch ഉണ്ടെന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഉറപ്പുവരുത്തുക. കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ടർബോ C++ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മുടെ ഇത് വർക്കാവത്തുള്ളൂ. കാരണം അത് മുൻപത്തെ MS-DOS ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, കമ്പൈലറാണ്. സോ അതിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കോഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. അതേസമയം നമ്മൾ യൂസ് ചെയ്യുന്ന ഡവ് C++ എന്ന് പറയുന്ന ടൂള് അല്ലെങ്കിൽ ഓൺലൈൻ കമ്പൈലേഴ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് ഹാഷിങ്ങിലൂടെ iostream മാത്രം മതിയാവും, .hന്റെ ആവശ്യം വരുന്നില്ല. ഹെഡർ ഫയൽസിൽ നമ്മുടെ ഈ ഒരു .h നമുക്ക് അവിടെ അത്യാവശ്യം വരുന്നില്ല. ഓക്കെ, ഈ ഒരു .h ഫംഗ്ഷൻ നമുക്ക് അവിടെ ആവശ്യമില്ല. ജസ്റ്റ് ഹെഡർ ഫയൽസ് ആയിട്ടുള്ള iostream മാത്രം മതി. ദെൻ അതിനുശേഷം അതുപോലെ ഈ conaio.h നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മുടെ ഓൺലൈൻ കമ്പൈലേഴ്സിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പൈലേഴ്സിൽ എങ്ങനെയാണ് C++ പ്രോഗ്രാം ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ടർബോ C++ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്, ദെൻ അതുപോലെ നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്തത്. അപ്പോൾ ആദ്യമേ തന്നെ ഏതൊരു പ്രോഗ്രാം ആയാലും, ഏതൊരു C++ പ്രോഗ്രാം ആയാലും ആദ്യമേ തന്നെ അതിൻ്റെ ബിഹൈൻഡിൽ നമുക്ക് ആ ഒരു വർക്കിംഗ്, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ആദ്യമേ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന കാര്യം നമ്മളവിടെ ബൈ ഹാർട്ട് ആക്കണം. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറേസ് ഒക്കെ യൂസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, ബട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസറിൻ്റെ അടുത്ത് ഇവിടെ നമ്മുടെ വെക്ടേഴ്സിൻ്റെ കമ്പോണൻസ്, അപ്പോൾ നമുക്കൊരു 3 കമ്പോണൻസ് ഉണ്ടാവും, I, J, K എന്ന കമ്പോണൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് യൂസറിൻ്റെ അടുത്ത് ഓരോ കമ്പോണൻസ്, ഫസ്റ്റ് നമ്മുടെ A എന്ന് പറയുന്ന വെക്ടർ, ഓക്കെ, A എന്ന് പറയുന്ന വെക്ടർ ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. A എന്ന് പറയുന്ന വെക്ടർ A1 i cap plus A2 j cap plus A3 k cap എന്ന് പറയുന്ന വെക്ടേഴ്സാണ് നമ്മുടെ A എന്ന് പറയുന്ന വെക്ടർ. അതേസമയം നമ്മുടെ B എന്ന് പറയുന്ന വെക്ടർ B1 i cap plus B2 j cap plus B3 k cap ആണ് നമ്മുടെ വെക്ടർ. അപ്പോൾ അത് നമുക്ക് ക്രോസ് ചെയ്യുന്ന സമയത്താണ് C എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്കവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ A ക്രോസ് B ചെയ്യും, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത്ര രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻസ് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ കമ്പോണൻസ് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യും, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒന്നിച്ചാക്കി എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു യൂസർ അടുത്ത് പറയുന്നുണ്ട്, ആദ്യം ഫസ്റ്റ് വെക്ടറിൻ്റെ, അതായത് A എന്ന് പറയുന്ന വെക്ടറിൻ്റെ കമ്പോണൻസ്, ഫസ്റ്റ് കമ്പോണൻറ്റ്, സെക്കൻഡ് കമ്പോണൻറ്റ്, തേർഡ് കമ്പോണൻറ്റ് അവിടെ എൻ്റർ ചെയ്യാം. ദെൻ അതിനുശേഷം യൂസറിൻ്റെ അടുത്ത് പറയുന്നത് സെക്കൻഡ് വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ B1, B2, B3 ഇൻക്ലൂഡ് ചെയ്യുന്ന വെക്ടറാണ്. B എന്ന് പറയുന്ന വെക്ടറാണ് നമ്മുടെ സെക്കൻഡ് വെക്ടർ. സോ അതിൻ്റെ കമ്പോണൻസ് എന്ത് ചെയ്യാൻ വരുന്നുണ്ട്, എൻ്റർ ചെയ്യാനായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ സ്റ്റേജിൽ നമ്മളുടെ C1, C2, C3 എന്ന് പറയുന്ന നമ്മൾ ഫ്ലോട്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിൽ ഫ്ലോട്ട് ടൈപ്പ് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അതിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഓരോ പാർട്ട് ഇത് ഇവിടെ നോക്കി, നമ്മൾ ഫസ്റ്റ് I കമ്പോണൻസ് എന്ന് പറയുമ്പോൾ A2B മൈനസ് A3 B2 ആണ്. ഓക്കെ, A2 B3 മൈനസ് A3 B2 ആണ്. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്ത കമ്പോണൻറ്റ് J കമ്പോണൻ്റ് ആണ്. അത് നമുക്കവിടെ A1 B3 മൈനസ് A3 B1 എന്ന് കിട്ടും. അപ്പോൾ അതും നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കെ ക്യാപ്പിൻ്റെ കമ്പോണൻറ്റ് A1 B2 മൈനസ് A2 B1 ആണ്. അപ്പോൾ അത് നമ്മളിവിടെ C3 എന്ന് പറയുന്ന ഇതിൽ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം C3 നമ്മളിവിടെ അസൈൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഔട്ട്പുട്ടിൽ ക്രോസ് പ്രൊഡക്റ്റ് കിട്ടണം. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ജസ്റ്റ് C1, C2, C3 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ വാല്യൂസ് മാത്രമേ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വാല്യൂസ് മാത്രം പോരാ, നമുക്കിവിടെ കമ്പോണൻസ് കൂടി കാണിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്പോണൻസ് I, J, K നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇതിൽ ഇൻവീരിയനായിട്ട് ഇവിടെ നമ്മൾ സാധാരണ ഒരു
ലെറ്റേഴ്സ് ആയിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ ടർബോയിൽ വർക്ക് ചെയ്യിപ്പിക്കേണ്ട കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടർബോയും നമ്മുടെ മറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കമ്പൈലേഴ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യാസം വേറൊന്നുമില്ല. അവിടെ ഹെഡർ ഫയൽസ് കൊടുക്കുമ്പോൾ IOStream .h കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് IOStream മാത്രം കൊടുക്കുക. പിന്നെ കോണയോ .hന്റെ ആവശ്യവുമില്ല. പിന്നെ മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്ന തൊട്ട് മുൻപായിട്ട് നമ്മൾ യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ലൈബ്രറി ഫംഗ്ഷൻ നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ഗെറ്റ് CHന് വരെ നമുക്കവിടെ റിട്ടേൺ 0 നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു സെക്ഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ട പോവാണ്. നമ്മുടെ ഒരു കമ്പൈലർ യൂസ് ചെയ്ത് നമ്മളിപ്പോൾ ടർബോ C++ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടർബോ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നുകിൽ സ്റ്റാർട്ട് മെനുവിൽ ടർബോ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്തിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഓൾറെഡി അത് പ്ലേസ് ചെയ്ത് ഷോർട്ട് കട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. സോ അതിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ജസ്റ്റ് അവിടെ സ്റ്റാർട്ട് ടർബോ C++ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു വിൻഡോ ഇത്തിരി പഴക്കം ഉള്ളൊരു വിൻഡോ ആണ്. നമുക്ക് മുൻകാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്ത MS-DOSന്റെ പോലത്തെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇതിനകത്തുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമുക്കവിടെ ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. എറേഴ്സ് ഒക്കെ ഉള്ളത് നമുക്കവിടെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു ന്യൂ എന്ന ഫയൽ അവിടെ ഓപ്പൺ ചെയ്യാം. ന്യൂ എന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും ഇതിലെ നമ്മുടെ ക്ലോസ് മെനു എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ വിൻഡോസിൽ ഇൻഡു കാണിക്കുന്ന പോലെ ഇതാണ് നമുക്ക് ഈ ഒരു ഫയൽ ക്ലോസ് ചെയ്യേണ്ടത്. ഇത് മിനിമൈസ് മാക്സിമൈസ് ആണ് ഈ ഒരു ആരോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫയൽ മാത്രം മതിയാവും, അല്ലെങ്കിൽ ഒരു വിൻഡോ മാത്രം നമുക്ക് അവിടെ മതിയാവും. സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിൻഡോ നമ്മളവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കോഡ് അവിടെ എൻ്റർ ചെയ്യാം. ഞാനിപ്പോൾ കോഡിൻ്റെ സൈഡിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഇവിടെ കോഡ് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് വരുന്നത് #include IOStream.h. #include ആംഗുലർ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം, IOStream.h. അപ്പോൾ ഹെഡർ ഫയൽസ് നമ്മൾ ടർബോ C++ യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഹെഡർ ഫയൽസ് നമ്മളോട് കൊടുക്കണം, എന്നാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. .h ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് വീണ്ടും നമുക്കവിടെ #include conio.h. കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ് നമ്മുടെ conio.hന്റെ ഫുൾ ഫോം വരുന്നത്. conio.h. അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന CLR, SCR തുടങ്ങിയ ഫംഗ്ഷൻസ് വർക്ക് ചെയ്യാൻ നമ്മൾ conio.h നമ്മളവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു IOStream.h കൊടുക്കുന്ന ഹെഡർ ഫയൽസ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമാണ്. C-in, C-out തുടങ്ങിയ ഡാറ്റാസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കീവേഡ്സ് വർക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു #IOStream.h എന്നുള്ള ഹെഡർ ഫയൽസ് നമ്മളവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളവിടെ ഇൻറ്റ് മെയിൻ കൊടുക്കുന്നുണ്ട്. ഇൻറ്റ് കഴിഞ്ഞിട്ട് സ്പേസ് കഴിഞ്ഞാൽ നമുക്കവിടെ മെയിൻ വരുന്നത്. ബ്രാക്കറ്റ്സ് ഓപ്പൺ ക്ലോസ് ചെയ്യാം. പിന്നെ അവിടെ സെമിക്കോളനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളടുത്ത് അവിടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ നമ്മുടെ CLR, SCR കൊടുക്കാം. CLR, SCR. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ക്ലിയർ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ CLR, SCR കോഡ് യൂസ് ചെയ്യുന്നത്. സോ അതിനുശേഷം അവിടെ ഒരു സെമിക്കോളൻ കൊടുക്കുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ടാബ് സ്പേസിങ് യൂസ് ചെയ്ത് കുറച്ച് മാറ്റിയിട്ട് ടൈപ്പ് ചെയ്യാം, കുറച്ചുകൂടി ഇതാക്കാം. നമുക്ക് അവിടെ ഡാറ്റാസിന് ഫ്ലോട്ട് ചെയ്യണം. നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എല്ലാം നമ്മളിവിടെ ഫ്ലോട്ട് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഏത് ഡാറ്റാസും എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഫ്ലോട്ട് ഓപ്ഷൻ നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് എൻ്റർ ചെയ്യുന്നു. സോ എൻ്റെ ഡാറ്റാസ് നമ്മൾ കാണുന്ന പോലെ A1, A2, A3 ഫസ്റ്റ് വെക്ടേഴ്സ് എൻ്റർ ചെയ്യേണ്ട കമ്പോണൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് വെക്ടേഴ്സിൻ്റെ കമ്പോണൻസ്. ദെൻ അതുപോലെ തന്നെ B1, B2, B3 നമ്മുടെ സെക്കൻഡ് വെക്ടേഴ്സിൻ്റെ 3 കമ്പോണൻസ് IJK കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്തു ഇപ്പോൾ അതിനകത്ത് എൻ്റർ ചെയ്തത്. ദെൻ അടുത്ത് നമ്മുടെ C1, C2, C3 ഇത് മൂന്നാമത്തെ വെക്ടർ എൻ്റർ ചെയ്യാനായിട്ടല്ല. ദെൻ ഇത് നമുക്കിവിടെ കൊടുക്കുന്നത് നമുക്ക് ശരിക്കും എന്തിനാണ് നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് റിസൾട്ട് നമ്മൾ 3 പാർട്ടായിട്ട് എടുക്കുന്നത് പറഞ്ഞു. നിങ്ങൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ആ പ്രോഗ്രാമിൽ അങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫ്ലോട്ട് ഓപ്ഷൻ നമ്മളവിടെ ഫ്ലോട്ട് ഓപ്ഷനിൽ നമ്മൾ ആ C1, C2, C3 എൻ്റർ ചെയ്ത് ദെൻ സെമിക്കോളൻ കൊടുത്ത് ആ ഒരു ലൈൻ ക്ലോസ് ചെയ്യാം. ദെൻ C-out യൂസറിൻ്റെ അടുത്ത് നമ്മുടെ ഡാറ്റാസ് ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഒരു മെസ്സേജ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുവാണ്. സോ ബ്രാക്കറ്റ്സ് കൊടുക്കാം, ആംഗുലർ ബ്രാക്കറ്റ്സ് കൊടുത്തു. ദെൻ ഡബിൾ കോട്ട്സിനകത്ത് എൻ്റർ ദ കമ്പോണൻസ് ഓഫ് ഫസ്റ്റ് വെക്ടർ. അതായത് ആദ്യത്തെ വെക്ടറിൻ്റെ കമ്പോണൻസ് എൻ്റർ ചെയ്യാനായിട്ട് യൂസറിൻ്റെ നമ്മളിവിടെ പറയുന്നുണ്ട്. സോ ആ ഒരു ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. ദെൻ അവിടെ സെമിക്കോളൻ കൊടുക്കുക. ആ ഒരു ടൈമിൽ നമ്മളിവിടെ ഇൻപുട്ട് എടുക്കേണ്ടത് C-in എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഇൻപുട്ട് എടുക്കേണ്ടത് ഏതൊക്കെയാണ്? നമ്മുടെ A1 എന്ന വാല്യൂ കോമ ഇട്ട് വർക്ക് ചെയ്യത്തില്ല, ബ്രാക്കറ്റ്സിന് കൊടുക്കുക.
ദെൻ A2, ദെൻ വീണ്ടും ബ്രാക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്, ദെൻ A3. ഓക്കെ, ദെൻ അവിടെ നമ്മുടെ സെമി കോളൻ കൊടുത്ത് ആ ഒരു ലൈൻ അവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അടുത്ത് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കമ്പോണൻസ് നമ്മളവിടെ എൻ്റർ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ A1, A2, A3 ഫസ്റ്റ് വെക്ടറിൻ്റെ 3 കമ്പോണൻസ് നമ്മളവിടെ എൻ്റർ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് സെക്കൻഡ് കമ്പോണൻസ് ആണ്. അപ്പോൾ സെക്കൻഡ് കമ്പോണൻസ് എൻ്റർ ചെയ്യാൻ വീണ്ടും നമ്മൾ യൂസറിന് അവിടെ നമ്മുടെ മെസ്സേജ് കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ടത്? എൻ്റർ ദ കമ്പോണൻസ് ഓഫ് ദ സെക്കൻഡ് വെക്ടർ. എൻ്റർ ദ കമ്പോണൻസ് ഓഫ് സെക്കൻഡ് വെക്ടർ. അപ്പോൾ സെക്കൻഡ് വെക്ടറിൻ്റെ കമ്പോണൻസ് എൻ്റർ ചെയ്യാൻ നമ്മൾ യൂസറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ദെൻ ആ ലൈനും എന്ത് ചെയ്യാം, അവിടെ സെമിക്കോളൻ യൂസ് ചെയ്ത് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് വീണ്ടും നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ C-in കൊടുക്കുക. C-inൽ ഈ തവണ നമുക്ക് എന്താണ് അവിടെ എടുക്കേണ്ടത്? നമുക്കവിടെ B1, B2, B3. ഓക്കെ, then ആ സെമിക്കോളൻ കൊടുത്തവിടെ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ കോമന് കൊടുത്തത് കോമയല്ല, എന്ത് കൊടുക്കണം? ആംഗുലർ ബ്രാക്കറ്റ്സ് തന്നെ കൊടുക്കുക. ദെൻ B3. ഓക്കെ, സെമിക്കോളൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2 ഡാറ്റാസും അല്ലെങ്കിൽ നമ്മുടെ A1, A2, A3യും B1, B2, B3 ഫസ്റ്റ് വെക്ടറിൻ്റെയും സെക്കൻഡ് വെക്ടറിൻ്റെയും കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അവിടെ ഇൻപുട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മുടെ നിങ്ങൾ ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് C1, C2, C3 നമുക്ക് അവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആ ഒരു ഡാറ്റ അവിടെ കൊടുക്കാം. സോ C1 വിച്ച് ഈസ് ഈക്വൽ ടു C1 എത്രയാണ്? A2 ഇൻറ്റു B3. ഓക്കെ, അപ്പോൾ അത് എൻ്റർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അതിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നാൽ നമ്മുടെ ആൻസറിൽ എന്ത് ചെയ്യും, നമുക്കവിടെ മിസ്റ്റേക്ക് പറ്റും. സോ അതുകൊണ്ട് എപ്പോഴും ആ ഒരു കാര്യം എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ A2 ഇൻറ്റു B3 മൈനസ് B2 ഇൻറ്റു A3. ഓക്കെ, ദെൻ അവിടെ നമ്മുടെ സെമിക്കോളൻ കൊടുത്തത് ക്ലോസ് ചെയ്യുക. ദെൻ എൻ്റർ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത C2. ഓക്കെ, C2 ഈസ് ഈക്വൽ ടു എന്താ പറയേണ്ടത്? C2 ഈസ് ഈക്വൽ ടു B3 ഇൻറ്റു A1 മൈനസ് A3 ഇൻറ്റു B1. ഓക്കെ, A3 ഇൻറ്റു B1 സെമിക്കോളൻ കൊടുത്ത് ക്ലോസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത് നമ്മുടെ C3 വാല്യൂ. ഓക്കെ, C3 എന്താണ്? A1 ഇൻറ്റു B2. ഓക്കെ, A1 ഇൻറ്റു B2 മൈനസ് എന്ത് വരും? B1 ഇൻറ്റു A2. ഓക്കെ അല്ലേ? ഓക്കെ, സെമിക്കോളൻ കൊടുത്ത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമായ ഇക്വേഷൻസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, നമ്മൾ കൊടുത്ത ഡാറ്റാസൊക്കെ അവിടെ എക്സിക്യൂഷൻ നടന്നതിന് ശേഷം ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, അവിടെ ഔട്ട് സൈഡിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് Cout എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കൊടുത്തതിന് ഔട്ട്പുട്ട് കൊടുക്കുന്ന ഫംഗ്ഷൻ തന്നെയാണ്. നമുക്ക് 2 എൻ്റർ കൊടുക്കാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് താഴെ വെക്കാം. സോ Cout കൊടുക്കുന്നു. അപ്പോൾ ഔട്ട്പുട്ടിൽ നമ്മൾ ചെയ്ത പ്രോഗ്രാം ഇപ്പോൾ എന്തായിരുന്നു? ക്രോസ് പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് അവിടെ ക്രോസ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു എന്ന് കിട്ടാം. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് ഈസ്. ഓക്കെ, ക്രോസ് പ്രൊഡക്റ്റ് ഈസ് എന്ന് കൊടുത്തു. ദെൻ ഞാനത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ സാധാരണ വെക്ടേഴ്സ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ XI ക്യാപ്പ്, OJ ക്യാപ്പ്, ZK ക്യാപ്പ് എന്നാണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് C1 വരുന്നത്. സോ C1 ആദ്യം അവിടെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണോ അവിടെ നമുക്ക് കിട്ടിയ റിസൾട്ട് അവിടെ C1 ആയിട്ട് എന്ത് ചെയ്യും, അവിടെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളവിടെ C1 കൊടുക്കുമ്പോൾ അവിടെ ഡബിൾ കോട്ട്സ് കൊടുക്കല്ലേ. ഡബിൾ കോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഡബിൾ കോട്ട്സ് കൊടുക്കുകയാണെങ്കിൽ അത് നേരെ നമ്മുടെ സ്ട്രിങ് ആയിട്ട് മാറും. ഓക്കെ, സാധാരണ സ്ട്രിങ് ആയിട്ട് മാറും. സോ പിന്നെ അവിടെ C1 എന്ന് മാത്രമേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ, C1ൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തില്ല. വീണ്ടും ബ്രാക്കറ്റ്സ് കൊടുക്കുന്നു. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ C2 കൊടുക്കുക. ദെൻ വീണ്ടും C2 അല്ല കേട്ടോ, നമുക്കവിടെ ശരിക്കും I വേണ്ടേ? ഓക്കെ, I കാണിക്കണമല്ലോ, ഐ ക്യാപ്പ് കാണിക്കാൻ പറ്റത്തില്ല. സോ ജസ്റ്റ് നമ്മൾ അതുകൊണ്ട് I തന്നെ കൊടുക്കുക. ദെൻ വീണ്ടും ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ അവിടെ C2 എൻ്റർ ചെയ്യാം. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാക്കറ്റ്സ് കൊടുക്കുന്നു. ദെൻ അവിടെ നമുക്കിപ്പോൾ C2 കഴിഞ്ഞിട്ട് എന്താണ്, ദാറ്റ് ഈസ് J ആണ് വരുന്നത്. J ക്യാപ്പ് നമ്മൾ സാധാരണ എഴുതുന്നത്. സോ ഞാൻ ജസ്റ്റ് J എന്ന് കൊടുത്തു. ദെൻ വീണ്ടും അവിടെ ബ്രാക്കറ്റ്സ് കൊടുക്കുക. അടുത്ത് എന്ത് ചെയ്യണം, നമുക്കവിടെ C3 വരുന്നുണ്ട്. സോ C3ക്ക് ശേഷം വീണ്ടും അവിടെ നമുക്ക് K ആണ് വരേണ്ടത്. ഓക്കെ, K ക്യാപ്പ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ വരുന്നത്. സോ ഇനി സെമിക്കോളൻ കൊടുത്ത് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക.
അപ്പോൾ നമുക്ക് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പോരാ. നമ്മൾ സാധാരണ നമ്മുടെ നോർമൽ ഇതിൽ കമ്പൈലർ ഓൺലൈൻ കമ്പൈലേഴ്സ് ചെയ്ത സമയം നിങ്ങളുടെ റിട്ടേൺ 0 ആയി കൊടുത്തത്. ബട്ട് ഇവിടെ നമുക്ക് പ്രോഗ്രാമിൽ എന്താ കൊടുക്കേണ്ടത്? ഗെറ്റ് സി എച്ച് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യേണ്ടത്? അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ക്ലോസ് ചെയ്യുന്നു, ഞാൻ അവിടെ സെമിക്കോളൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു കളി ബ്രാക്കറ്റ് എന്ത് ചെയ്യുക? അവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് ലൂപ്പിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് വൺ ടൈം മാത്രമേ കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നുള്ളൂ, ഒരു തവണ മാത്രമേ നമ്മളുടെ കേളി ബ്രാക്കറ്റ്സ് ക്ലോസും ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്, വലിയ ടാസ്ക് ഇല്ലാതെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ എത്ര നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്താലും നമുക്കവിടെ എറേഴ്സ് വരാം. സോ അപ്പോൾ അങ്ങനെ എറേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ പ്രോഗ്രാം അവിടെ കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്യാൻ ചില സമയത്ത് നമ്മുടെ മൗസ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ മൗസ് വർക്ക് ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ Alt പ്ലസ് F9, ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ കീസിൽ F9ഉം ഓൾട്ടും ഒന്നിച്ച് പ്രസ് ചെയ്താൽ എന്തായിക്കൊള്ളും? കമ്പൈലിംഗ് അവിടെ നടക്കും. ടർബോ C++ ഞാൻ പറഞ്ഞല്ലോ, ഓൾഡർ വെർഷൻസ് ആണ്. സോ അതിൽ ചില സമയത്ത് മൗസ് വർക്ക് ചെയ്തില്ല ക്ലിയർ ആയിട്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളവിടെ ചെയ്ത പ്രോഗ്രാംസ് നിങ്ങളവിടെ കമ്പൈൽ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ Alt പ്ലസ് F9 അവിടെ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. നമുക്ക് എവിടെയാണ് എറർ നമുക്ക് ജസ്റ്റ് അവിടെ നോക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ബ്രാക്കറ്റ്സ് കൊടുത്തതിൽ ഒരു കുറവുണ്ട്. സോ അതാണ് നമുക്കവിടെ എററായിട്ട് വന്നത്. അപ്പോൾ ആ ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ എന്നിട്ട് ആ ബ്രാക്കറ്റ്സ് അങ്ങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ കമ്പൈൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ എൻ്റെ മൗസ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. സോ ഞാൻ അവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ അവിടെ Alt പ്ലസ് F9 ഞാൻ അവിടെ പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ Alt പ്ലസ് F9 പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പൈലിംഗ് നടക്കും. സോ ഇനി നമ്മുടെ കീബോർഡ് യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യും? അവിടെ അത് എക്സിറ്റ് ആയിക്കോളും. അപ്പോൾ ഇനി റൺ ചെയ്യാനായിട്ട് നമ്മുടെ അവിടെ Ctrl പ്ലസ് F9 പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാം എന്ത് ചെയ്യും? അവിടെ ഇത് റൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ Ctrl F9 പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ ആയിരിക്കും അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വെക്ടർ, എൻ്റെ വെക്ടർ എന്ന് പറയുന്ന A is equal to 7i plus 5j plus 3k എന്ന വെക്ടറാണ് എൻ്റെ A1 അല്ലെങ്കിൽ A എന്ന് പറയുന്ന വെക്ടർ. അപ്പോൾ ഞാൻ ഓരോ കമ്പൗണ്ട്സ് കൊടുക്കുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യം എന്ത് ചെയ്യും? അതിനകത്ത് എൻ്റർ ചെയ്യും. ഫസ്റ്റ് 7, ദെൻ 5, ദെൻ നെക്സ്റ്റ് ആയിട്ട് 3. ഓക്കെ, എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത യൂസറിൻ്റെ നമ്മൾ നേരത്തെ നമ്മൾ കൊടുത്ത അനുസരിച്ച് ഡാറ്റ വരുന്നുണ്ട്. എന്താണ്? എൻ്റർ ദ കമ്പൗണ്ട്സ് ഓഫ് ദ സെക്കൻഡ് വെക്ടർ. സെക്കൻഡ് വെക്ടറിൻ്റെ കമ്പോണൻസ് എൻ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്ന സെക്കൻഡ് വെക്ടർ എന്ന് പറയുന്നത് 3i plus 4j plus 6k എന്ന് പറയുന്ന വെക്ടറാണ്. സോ ഫസ്റ്റ് കമ്പോണൻറ്റ് 3 ആണ്. സോ എൻ്റർ ചെയ്യുക, ദെൻ 4, ദെൻ പ്രസ് ദ എൻ്റർ ബട്ടൺ, ദെൻ 6. ഓക്കെ, ദെൻ പ്രസ് ദ എൻ്റർ ബട്ടൺ. സോ നമുക്കൊരു ക്രോസ് പ്രൊഡക്റ്റ് കിട്ടി. ദാറ്റ് ഈസ് 18i 33j plus 13k. ഓക്കെ, ഇതിൽ ഇപ്പോൾ നമുക്കവിടെ ആ ഒരു പ്ലസും മൈനസും വന്നിട്ടില്ല. ബട്ട് അതിനുവേണ്ടി നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏതൊരു കീ പ്രസ് ചെയ്താലും അതവിടെ എക്സിറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്ലസ് കൂടി വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഈ ഒരു ഐയുടെ കൂടെ ആ ഒരു പ്ലസ് സിമ്പിൾ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലസ് സിമ്പിൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അവിടെ ആഡ് ചെയ്യുക. ഇവിടെ ജെയുടെ കൂടെയും എന്ത് ചെയ്യുക? ഒരു പ്ലസ് സിമ്പിൾ ആഡ് ചെയ്തേക്കാം. ഓക്കെ, ഇനി വീണ്ടും ഒന്നുകൂടി നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കിയാലോ. F9 പ്രസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിവിടെ എൻ്റർ ചെയ്യുവാണ്. സോ നേരത്തെ നമ്പേഴ്സിനെ കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ പറയുന്നത് നമ്മുടെ കീബോർഡിലെ ന്യൂമറിക് കീപാഡ്, ഓക്കെ, നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്പർ ലോക്കൊക്കെ വരുന്ന ആ ഒരു കീപാഡ് ചിലപ്പോൾ നമ്മുടെ ടർബോ ആയിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആ ഫംഗ്ഷൻ കീസിന് തൊട്ട് താഴെ വരുന്ന നമ്പേഴ്സ് കീസ് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് നമ്പർ ഞാൻ പറഞ്ഞു 7 ആണ്. ഞാൻ എൻ്റർ പ്രസ് ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ അടുത്ത് 5 ആണ്. ദെൻ വി ആർ പ്രസ്സിങ് അഗെയിൻ പ്രസ്സിങ് എൻ്റർ. ദെൻ അവിടെ 3 പ്രസ് കൊടുക്കുന്നുണ്ട്. പ്രസ് ദ എൻ്റർ ബട്ടൺ. അപ്പോൾ അവിടെ നമുക്ക് സെക്കൻഡ് ഡാറ്റ എൻ്റർ ചെയ്യാൻ വരുന്നു. സെക്കൻഡ് ഡാറ്റ 3 ആണ് ഫസ്റ്റ്, ദെൻ 4, ദെൻ 6. ഓക്കെ, ദെൻ പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയല്ലോ 18i plus 33j plus 13k എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ക്രോസ് പ്രൊഡക്റ്റ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടർബോ C++ പ്രോഗ്രാം യൂസ് ചെയ്ത് ഒരു ക്രോസ് പ്രൊഡക്റ്റ് നമ്മളവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മൗസ് ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വർക്ക് ചെയ്തില്ല. വർക്ക് ചെയ്ത സമയത്ത് നമ്മൾ കീബോർഡ് യൂസ് ചെയ്ത് അത് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു കേസിൽ ഞാൻ പറഞ്ഞു മൗസ് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കിത് സേവ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഫംഗ്ഷൻ ഈ റൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഫയൽ സേവ് ചെയ്യണം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഫസ്റ്റ് സേവ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മൗസും വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അവിടെ F10 പ്രസ് ചെയ്യുക. F10 പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കീബോർഡിലെ ആരോസ് ഓൾറെഡി നമ്മുടെ മെനുവിലോട്ട് പോകും. ഓക്കെ, നമ്മളവിടെ F10 പ്രസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കീബോർഡിൻ്റെ ആരോസ് യൂസ് ചെയ്ത് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, കീബോർഡിൽ
ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആരോസ് യൂസ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ കൺട്രോൾ ചെയ്ത് നമ്മളുടെ ഫയലിൽ വരിക, ദെൻ എൻ്റർ പ്രസ് ചെയ്യുക. അവിടെ നമുക്ക് ഇത് സേവ് ആസ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, F2 പ്രസ് ചെയ്താൽ ഡയറക്റ്റ് സേവ് ആസിൽ വരും, ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് സേവ് ആസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, സേവ് ആസ് അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രോഡക്റ്റിന് കൊടുത്താൽ മാത്രം പോരാ, .cpp എന്നുകൂടി നമ്മളവിടെ കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, അവിടെ ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മുകളിൽ നോക്കിയാൽ മതി, ആ ഡീബഗിന് തൊട്ട് താഴെ നോക്കി, അവിടെ നമുക്ക് എന്തായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്, ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നിന്നും നമുക്കിനി എക്സിറ്റ് ചെയ്യേണ്ട വീണ്ടും നിങ്ങളവിടെ F10 പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയലിൽ വീണ്ടും വരും, അത് എൻ്റർ പ്രസ് ചെയ്യുക. അതിനുശേഷം അവിടെ ക്വിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ക്വിറ്റ് ഇങ്ങനെ വരാം, ഇല്ലെങ്കിൽ Alt+X പ്രസ് ചെയ്താലും എന്തായിക്കൊള്ളും, ഈ പ്രോഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ ക്വിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സാധാരണ നോർമൽ വിൻഡോയിലോട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്രോസ് പ്രൊഡക്റ്റ് മെട്രിക്സിൽ ക്രോസ് പ്രൊഡക്റ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ CPP പ്രോഗ്രാമിൽ ചെയ്യേണ്ടത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.